ദ്രോണാചാര്യരുടെ മകനായാണ് അശ്വത്ഥാമ ജനിച്ചത്. ജന്മസിദ്ധമായി ശിവന്റെ അനുഗ്രഹമായ നീലമണി നെറ്റിയിൽ പതിച്ച രത്നം അവനുണ്ടായിരുന്നു. ആ മണി അവനെ രോഗം, വിശപ്പ്, ദാഹം, വാർദ്ധക്യം എന്നിവയിൽ നിന്ന് സംരക്ഷിച്ചു. കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുമ്പോൾ തന്റെ പിതാവായ ദ്രോണർ വഞ്ചനയിലൂടെ കൊല്ലപ്പെട്ടതിന്റെ വേദന അശ്വത്ഥാമയെ ക്രോധത്തിലാഴ്ത്തി. പ്രതികാരാഗ്നിയിൽ രാത്രി പാണ്ഡവരുടെ പാളയത്തിലേക്ക് കടന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന ദ്രുപദന്റെ പുത്രന്മാരെ പാണ്ഡവരെന്ന് തെറ്റിദ്ധരിച്ചു വധിച്ചു. ഇത് വലിയൊരു അധർമ്മം ആയിരുന്നു. ക്രോധിതനായ അർജുനൻ അശ്വത്ഥാമയെ പിടികൂടി. രക്ഷപ്പെടാൻ അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അതിനെതിരെ അർജുനനും അതേ ആയുധം പ്രയോഗിച്ചു. ലോകനാശത്തിന്റെ ഭീഷണി തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ ഇരുവരോടും ആയുധങ്ങൾ പിൻവലിക്കാൻ കൽപ്പിച്ചു. അർജുനൻ അനുസരിച്ചു. അശ്വത്ഥാമയ്ക്ക് അതിന് കഴിയില്ലായിരുന്നു. അതിനാൽ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമയെ ശപിച്ചു. നെറ്റിയിലെ നീലമണി നഷ്ടപ്പെട്ടു. മായാത്ത മുറിവുകളോടെ അമരത്വം ലഭിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ഒറ്റപ്പെടലിലും വേദനയിലും ഭൂമിയിൽ അലഞ്ഞുതിരിയണം. അശ്വത്ഥാമയുടെ കഥ പറയുന്നത് ഇതാണ്. ക്രോധവും പ്രതികാരവും മനുഷ്യനെ അധർമ്മത്തിലേക്ക് തള്ളിവിടും. മഹാവീരനായാലും അധർമ്മം തെരഞ്ഞെടുത്താൽ ശിക്ഷ ഒഴിവാകില്ല.